ഒന്ന്, അവർക്ക് ജാമ്യം കിട്ടേണ്ടതായിരുന്നു. കാരണം വളരെ കൃത്യമായ ഒരു ഇടപെടൽ അനൂപ് ആന്റണി അവിടെയോട്ട് പിന്നെ BJP-ക്കാർ അയക്കുന്നു. അവിടെ പോയിട്ട് സീൻ ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ സഖാക്കളും ബാക്കിയുള്ളവരും എല്ലാവരും കൂടി പോയിട്ട് 4 മണി വരെയാണ് അവിടുത്തെ ജയിലിലെ സന്ദർശന സമയം. ഈ 4 മണി കഴിഞ്ഞിട്ട് ചെന്നിട്ട് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവിടുത്തെ സമയം വെച്ചിട്ടുള്ള അവിടെ നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ പോയിട്ട് കാണണം എന്നുള്ളത്. അപ്പോൾ അനുവാദം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ സീൻ ഉണ്ടാക്കി. ഈ സീൻ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഇവരവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും റോളില്ല അവിടെ. അപ്പോൾ ഈ കന്യാസ്ത്രീകൾ പിന്നെ ജയിലിൽ കിടക്കേണ്ടത്, ജാമ്യം കിട്ടാതെ കിടക്കേണ്ടത് ആരുടെ ആവശ്യമാണെന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം. അത് കിടക്കേണ്ടത് കേരളത്തിലെ ഒരു പിന്നെ രാഷ്ട്രീയ സാഹചര്യത്തിനകത്ത് അത് LDF-ൻ്റെയോ UDF-ൻ്റെയോ ആവശ്യമാണ്. കാരണം ക്രിസ്ത്യൻ സമൂഹവും BJP-യും തമ്മിലുള്ള ഒരു അൺടച്ചബിലിറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത് വീണ്ടും ഇവർ പിന്നെ ക്രിസ്ത്യാനികളുടെ ശത്രുക്കളാണ് എന്ന് വരുത്തി തീർക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പം ആ സംഭവത്തിൽ ഇവർ കുറച്ചു കാലം കൂടെ ജയിലിൽ കിടക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന, ജാമ്യം നിഷേധിച്ചപ്പോൾ രഹസ്യമായിട്ട് സന്തോഷിച്ചിട്ടുള്ളത് CPM-ൻ്റെയും UDF-ൻ്റെയും ഒക്കെ ആളുകളാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.